നമസ്കാരം പ്രിയമുള്ളവരെ. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സർക്കാർ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിക്കേണ്ടത് ജനങ്ങളുടെ കൂടി താൽപര്യപ്രകാരമായിരിക്കണം. തൃശൂർ ജില്ലയിൽ വാടാനപ്പള്ളി വഴി കടന്നുപോകുന്ന ദേശീയപാത 66-ൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മേൽ കാൽനടപാതയുടെ പരിസരമൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ ചുറ്റുവട്ടത്ത് ആകെ 6-7 വീടുകൾ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കടകളില്ല, ബസ് സ്റ്റോപ്പുകളില്ല, സ്കൂളുകളോ സർക്കാർ സ്ഥാപനങ്ങളുമില്ല. എന്നിട്ടും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടെ ഒരു മേൽ കാൽനടപാത നിർമ്മിച്ചിരിക്കുന്നു. ഇത് നിർമ്മിച്ചത് ജനങ്ങളുടെ താൽപര്യപ്രകാരമാണോ, അതോ ജനപ്രതിനിധികളുടെ താൽപര്യപ്രകാരമാണോ, അതോ ഉദ്യോഗസ്ഥരുടെ താൽപര്യപ്രകാരമാണോ? ജനങ്ങളുടെ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകൾക്കില്ലേ? പ്രായമായവർക്ക്, ഭിന്നശേഷിക്കാർക്ക്, ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മേൽ കാൽനടപാത ഉപയോഗിക്കാൻ കഴിയുമോ? ഈ മേൽ കാൽനടപാത ആവശ്യപ്പെട്ട് ഈ പരിസരത്തുള്ള ജനങ്ങൾ സമരങ്ങൾ നടത്തിയിരുന്നോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതേ തൃശൂർ ജില്ലയിൽ എസ്എൻ-പുരം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സാഹിബിന്റെ പള്ളിനടയിൽ ജനങ്ങൾ വർഷങ്ങളായിട്ട് പരാതികളും നിവേദനങ്ങളും സമരങ്ങളും നടത്തിയിട്ടും അവിടെ കാൽനടപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ഇതുവരെ തുടക്കം കുറിച്ചിട്ടില്ല. അവിടെ ഹൈസ്കൂളുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്, ലിമിറ്റഡ് ബസ് സ്റ്റോപ്പുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, സഹകരണ ബാങ്കുണ്ട്, നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുന്നില്ല. ഇവിടെയാണ് നമ്മൾ സർക്കാരിനോട് ചോദ്യം ചോദിക്കേണ്ടത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ കാൽനടപാത നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആവശ്യകത കുറവുള്ള സ്ഥലങ്ങളിൽ കോടികൾ ചെലവഴിച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്തിനാണെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ വ്യക്തമാക്കണം. ജനങ്ങളുടെ പണം ചെലവഴിക്കുന്നിടത്ത് ജനങ്ങളുടെ അഭിപ്രായത്തിന് വിലയില്ലേ? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണനയില്ലേ? ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യമില്ലേ? ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇരുവശത്തുള്ള ബസ് സ്റ്റോപ്പുകളെ ബന്ധിപ്പിക്കുന്ന സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ കാൽനട ക്രോസിംഗ് സംവിധാനങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണം. വികസനത്തിന്റെ പേരിൽ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളായിരിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന വികസനമാണ് നമുക്ക് വേണ്ടത്. ജനങ്ങളുടെ സുരക്ഷയുറപ്പാക്കുന്ന വികസനമാണ് നമുക്ക് വേണ്ടത്. ജനങ്ങളുടെ പണം ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കുന്ന ഭരണകൂടമാണ് നമുക്ക് വേണ്ടത് എന്ന് തിരിച്ചറിയുന്ന സമൂഹമാണ് നമ്മൾക്ക് വേണ്ടതും.